ഹായ് ഓൾ. അങ്ങനെ മലയാള സിനിമയിൽ മറ്റൊരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടി പിറന്നിരിക്കുകയാണ്. ഇന്നലെ റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ്. ഷാഹി കബീറിനെ പറ്റി ഞാൻ പറയുമ്പോൾ ഷാഹി കബീറിൻ്റെ മുൻ സ്ക്രിപ്റ്റുകളായ നായാട്ട്, അതേപോലെ തന്നെ ജോസഫ് എന്ന സിനിമകളുടെ തിരക്കഥ എഴുതിയ ആളാണ്. അതേപോലെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ത്രില്ലർ ഡയറക്റ്റ് ചെയ്തതും ഷാഹി കബീറാണ്. ഇത്രയും മാത്രം മതി ഷാഹി കബീർ ആരാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ. അതേപോലെ ജിത്തു അഷ്റഫ് ഒരു നടനും കൂടിയാണ്. ജിത്തു അഷ്റഫ് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ കൂടി ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ മാത്രമല്ല, ഒരു അഭിനേതാവ് കൂടിയാണ് ഈ സിനിമയിൽ. അതേപോലെ നമ്മുടെ DOP, ഈ സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത് റോബി വർഗീസ്. റോബി വർഗീസിൻ്റെ പേര് ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ജേക്സ് ബിജോയ്. അതേപോലെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ക്രൂ, അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ ഒരു ബ്ലെൻഡഡ് എഫേർട്ടാണ് ഈ സിനിമ. ആൻഡ് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ ഈ ഒരു എഫേർട്ടിൻ്റെ 100% ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി സിനിമ. ഈ വർഷം ഇറങ്ങിയതിൽ വെച്ച് ഇപ്പം രേഖാചിത്രത്തിന് ശേഷം എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിയേറ്ററിൽ നിങ്ങൾ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. മനോഹരം. ആൻഡ് ഇറ്റ് ഈസ് എ ഇമോഷണലി ബ്ലെൻഡഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതായത് ഒരു 2 ഡയമെൻഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 ഡയമെൻഷനിലൂടെയാണ് സിനിമ പോയിരിക്കുന്നത്. ഒന്ന്, എ ലോട്ട് ഓഫ് ഇമോഷൻസ്. ആൻഡ് ആ ഇമോഷൻസ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് കൺവേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള കുഞ്ചാക്കോ ബോബനാണ്. വളരെ നല്ല രീതിയിൽ പുള്ളി ഡെലിവർ ചെയ്തിട്ടുണ്ട്. വാട്ട് എ പെർഫോമൻസ്. ആ പുള്ളിക്ക് ഇമോഷൻസ് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ വളരെ നല്ലപോലെ പറ്റിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആ ഒരു ത്രില്ലർ മൂഡിൽ പടം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ 2 ഡയമെൻഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ഇനി എനിക്കിതിൽ എടുത്ത് പറയേണ്ടത് ചമൻ ചാക്കോ, ഇതിൻ്റെ എഡിറ്റർ, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 ഫൈറ്റ് സീൻസ് ആണുള്ളത്. അതിൽ ഒരു മോർച്ചറി ഫൈറ്റ് സീൻ ഉണ്ട്. നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ടതാണ്, സ്പോയിലർ അല്ല, ട്രെയിലറിലൊക്കെ കണ്ടതാണ്. ഈ സീൻ എടുത്തു വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല. ഇതിലെന്താണെന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും തമ്മിലുള്ളൊരു സിങ്ക് ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്റേഴ്സിൽ പോവുക. ഡോൾബി അറ്റ്മോസ്, അതായത് സൗണ്ടിൻ്റെ ഒരു എക്സ്ട്രീം ഡെപ്ത്ത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോവുക. എറണാകുളത്താണെങ്കിൽ നമുക്ക് PVR ലുലു സ്ക്രീൻ 6 അതേപോലെ നമ്മുടെ വനിതയിൽ 3 സ്ക്രീൻ 1, സ്ക്രീൻ 2, സ്ക്രീൻ 3, ഈ 3 സ്ക്രീനുകളിലും അറ്റ്മോസ് ആണ്. സെൻട്രൽ ടോക്കീസ്, തൃപ്പൂണിത്തറ, അങ്ങനത്തെ കുറച്ച് തിയേറ്ററുകളിലാണ് അറ്റ്മോസ് ഉള്ളത്. അവിടെ തന്നെ നിങ്ങളിത് പോയി എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഡെപ്ത്, അതായത് ഇതിൻ്റെ ഓഡിയോഗ്രഫിയിൽ വർക്ക് ചെയ്തേക്കുന്ന ടീം, ഹാറ്റ്സ് ഓഫ്. ആൻഡ് ദ മ്യൂസിക്, ജേക്സ് ബിജോയ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ, ഒരു ത്രില്ലർ എന്ന് പറഞ്ഞാൽ ആ ത്രില്ലറിനെ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. ആൻഡ് ജേക്സ് ബിജോയ് വേറെ ആരും വേണ്ട, പുള്ളി അത് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ആൾക്കാർ, ഞാൻ പേര് നോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ആൾക്കാർ, യു ഹാവ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. ഈ മോർച്ചറി ഫൈറ്റ് അടക്കമുള്ള പല ഫൈറ്റുകളിലും ഓരോ മൈന്യൂട്ട് സൗണ്ട് ഡീറ്റെയിലിംഗ് വരെ പക്കയായിട്ട് നമ്മുടെ ചെവി തുളച്ച് കയറുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഭയങ്കര സൗണ്ട്, കോർ സൗണ്ടാണ്. അപ്പം ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മളെ ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ നമ്മളെ വളരെയധികം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായ കുഞ്ചാക്കോ ബോബൻ, പുള്ളി ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. പുള്ളിയുടെ ഇൻട്രോ ആണ് ഒരു രക്ഷയില്ല. തിയേറ്റർ കുലുങ്ങുന്ന പോലത്തെ ഒരു ഇൻട്രോ ആണ്. അത്രയ്ക്കും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചെകുത്താനൊക്കെ ആയിട്ടുള്ള ഒരു ഓഫീസർ. അതായത് ഒരു സർക്കിളാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കിളിൻ്റെ ഗസ്റ്റേഴ്സൊക്കെ മാനറിസമൊക്കെ പക്കയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഞെട്ടുന്ന രീതിയിലുള്ളൊരു ഇൻട്രോ, അടിപൊളി ഇൻട്രോ. അതിനുശേഷം അങ്ങോട്ട് ഈ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇമോഷണൽ റൈഡാണ്. അറ്റ് ദ സെയിം ടൈം പുള്ളിയുടെ ഒരു ഷാർപ്പ്നെസ്, ഒരു ഓഫീസർ എന്ന രീതിയിലുള്ള ഷാർപ്പ്നെസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ പുള്ളി ഒരു മാലയുടെ കേസ് അന്വേഷണത്തിൽ തുടങ്ങി അതിങ്ങനെ കണക്ട് ചെയ്ത് പുള്ളിയുടെ ഫാമിലി പ്ലസ് ഈ പറഞ്ഞ പ്രൊഫഷൻ മിക്സ് ചെയ്ത് പോവുകയാണ്. അതേപോലെ ഈ സിനിമ, ഒരു ത്രില്ലർ സിനിമ വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നായകനോടൊപ്പം കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന വില്ലന്മാർ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് വേണം. ആൻഡ് ഇതിൽ ചെയ്തേക്കുന്ന വിശാഖ്, നമ്മുടെ ആനന്ദത്തിലെ കുപ്പി ആണ് ഇതിലെ പ്രധാനപ്പെട്ട നെഗറ്റീവ് വില്ലനായിട്ട് വരുന്നത്. ഇതൊക്കെ സ്പോയിലർ അല്ല, ബിക്കോസ് ഇതൊരു ആൾറെഡി നമുക്ക് ഇട്ട് തരുന്ന കാര്യം, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതാണ്. അപ്പം ആ പുള്ളി ഇത് ചെയ്തു വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല. മാൻ സൂപ്പർ, ഒന്നും പറയാനില്ല. കാരണം കുഞ്ചാക്കോ ബോബനെ
കട്ടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുത്ത് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ പുള്ളിയുടെ ടീമിലുള്ള 4-5 പേര്, അതിൽ 2 ലേഡീസ് ഉണ്ട്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ബ്രില്യൻറ്റ്. അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇത് മേക്കപ്പ് ടീമൊക്കെ സ്പെഷ്യൽ അപ്രീസിയേഷൻ ഇത് വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് മേക്കപ്പ് ആൻഡ് അവരുടെ കോസ്റ്റ്യൂംസ് അവരുടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പക്ക ആ ഒരു ഇതുണ്ട്. അതേപോലെ അടിപൊളി പെർഫോമൻസ്, കട്ടയ്ക്ക് പിടിച്ചു. ഒരു ഓഫീസർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് വിശാഖ്, അടിപൊളി, ഒരു രക്ഷയില്ല മാൻ, സൂപ്പർ. ഹാപ്പി ടു സീ യു ബാക്ക് ഓൺ ബിഗ് സ്ക്രീൻസ് ആൻഡ് ഓൾ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ക്യാരക്ടർ റോളുകൾ ഈ അടുത്ത് വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ ഫാലിമി എന്നൊക്കെ പറയുന്ന സിനിമ, അതുപോലെ കുറേ സിനിമകളിൽ ജഗദീഷ്, ഇപ്പം കിഷ്കിന്ത കാണാം, അങ്ങനെ എല്ലാ സിനിമകളിലും ജഗദീഷ് ഒരു ക്യാരക്ടർ റോളിലേക്ക് വളരെ ഡെപ്തിൽ ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫാമിലി ഇമോഷൻസ് ഭയങ്കര ഇൻറ്റൻസ് ആണ്. പ്ലസ് ഇതിൻ്റെ ത്രില്ലർ മോഡ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആകാംക്ഷ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. എനിക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. പേഴ്സണലി എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യാൻ, ഡോൾബി അറ്റ്മോസ് ഒക്കെയുള്ള നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാനിതിൽ പേരുകൾ 1-2 മെൻഷൻ ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഉണ്ണി, നമ്മുടെ ആക്ടർ ഉണ്ണി നല്ല രീതിയിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമ്മുടെ ഡയറക്ടറാണ് നമ്മുടെ പിന്നെ DYSP ആയിട്ട് വരുന്നത്, പുള്ളി വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെയും മീനാക്ഷി, കുഞ്ചാക്കോവിൻ്റെ മോളായിട്ട് വരുന്ന മീനാക്ഷി കുറച്ച് നേരം ഉള്ളെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രിയാമണി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്യാരക്ടർ റോൾ. അതേപോലെ ഇതിൻ്റെ അകത്ത് പ്രിയാമണിയുടെ അച്ഛനായിട്ട് ഒരു പുള്ളി വരുന്നുണ്ട്. ആ പുള്ളി കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ പുള്ളി സെക്കൻഡ് ഹാഫിൽ ഒരു സീനിൻ്റെ അകത്ത് ആ തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരെ കൊണ്ടും കൈയടിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ബ്രില്യൻ്റ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു ബാംഗ്ലൂരിലുള്ളൊരു പോലീസ് ഓഫീസറായിട്ട്, അതായത് മലയാളിയാണ് പുള്ളി ബേസിക്കലി, പക്ഷേ ബാംഗ്ലൂരിലുള്ള പോലീസ് ഓഫീസറായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ആ ഒരു സീനിൽ പുള്ളി ആ പഴയ ടിപ്പിക്കൽ പോലീസുകാരുടെ ആ ഒരു ഗസ്റ്റേഴ്സും മാനറിസവും കാണിക്കുന്ന ഒരു സീനുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി. മൊത്തത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സിനിമയാണ്. ഇതിൽ നെഗറ്റീവ്സ് എനിക്കൊന്നും പറയാനില്ല, ലാഗില്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക്കിൻ്റെ അഴിഞ്ഞാട്ടമാണ്. അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നമുക്ക് യാതൊരു ബോറും അടുപ്പിക്കാതെ നമ്മളെ എന്താ പറയുക, ആകാംക്ഷ കൂട്ടി നമ്മളെ ഇതിലേക്ക് വലിച്ചിടുന്ന ഒരു മാജിക്കൽ മ്യൂസിക് ഡയറക്ഷനാണ് ഇതിൻ്റെ അകത്ത് ജേക്സ് ബിജോയ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എൻ്റയർ ഓഡിയോ ടീം. അതേപോലെ സിനിമാറ്റോഗ്രഫി ഒട്ടും മോശമാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോബി വർഗീസ്, അതേപോലെ മറ്റ് അണിയറ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ, അതായത് പുള്ളി ഈ ചമൻ ചാക്കോ എന്ന് പറയുന്ന എഡിറ്റർ നമ്മുടെ RDX, അതേപോലെ പിന്നെ ഐഡൻറ്റിറ്റി സിനിമയിലൊക്കെ ഇത് ചെയ്ത ആളാണ്. അപ്പം അതിൻ്റെയൊക്കെ എഡിറ്റിങ് വളരെ നല്ലതായിരുന്നു. ടെക്നിക്കൽ സൈഡ് നല്ലതാണ്. അപ്പോൾ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡും പക്കയായിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസ് സൈഡ് ഞാൻ പറഞ്ഞു, കുഞ്ചാക്കോവൻ ഒരു രക്ഷയില്ല. പുള്ളി അടുത്തന്നെ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ വെറൈറ്റിയാണ്. അതായത് പുള്ളി സാധാരണ ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടറൊന്നും അല്ല, ഇത് ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള, എന്നാൽ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണോ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എങ്ങനെയാണോ, അത് വളരെ നല്ല രീതിയിൽ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഈ സിനിമ എല്ലാവർക്കും, എനിക്ക് ഉറപ്പാണ് കാണുന്നവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിരിക്കും. ഒരു എബോ ആവറേജ് സിനിമ. രേഖാചിത്രത്തിന് ശേഷം എനിക്ക് പേഴ്സണലി ഒരു ധൈര്യത്തോടെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ കുറച്ച് ഡ്രഗ് അബ്യൂസിൻ്റെ കാര്യങ്ങളും, അതേപോലെ ഇതിൽ ഫൈറ്റ് കുറച്ച് എക്സ്ട്രീമായിട്ട് കാണിക്കുന്നുണ്ട്. വയലൻസ് മിക്സ് ചെയ്ത് വരുന്ന ഫൈറ്റ്. സോ ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക അത് കൊണ്ടുപോകണമെന്ന്. കാരണം സൗണ്ടിൻ്റെ എഫക്റ്റ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ പേടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം ഇങ്ങനത്തെ സിനിമകൾ ഒക്കേഷണലി ആണ് വരുന്നത്. ആൻഡ് അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എനിക്ക് പേഴ്സണലി വളരെയധികം സാറ്റിസ്ഫൈ ആയി. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.